മലയാളത്തിൽ യുവാക്കൾ ഏറെ ഏറ്റെടുത്ത ഒരു സിനിമയായിരുന്നു ഹണീബി. ഹണീബിയുടെ രണ്ടാം ഭാഗം ഇറങ്ങാൻ പോകുകയാണ്. രണ്ടാം ഭാഗത്തിൻ്റെ ഷൂട്ടിംഗ് പൂജയാണ് ഇന്നിവിടെ നടന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ ഹണീബി 1-ലെ നായികയും 2-ലെ നായികയുമായ ഭാവന ചേരുകയാണ്. എങ്ങനെയാണ് ഹണീബി 2-ൻ്റെ ഒരു ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ? ഹണീബി 2-ൻ്റെ ഒരുക്കങ്ങളിൽ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ഹണീബി 2. കാരണം നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്, നമ്മളെല്ലാവരും ഒരു നല്ല മൂവി വർക്ക് ചെയ്ത് പ്രേക്ഷകർ ഏറ്റെടുത്തൊരു മൂവിയാണ്. അപ്പോൾ അതിൻ്റെ പിന്നെയും ഒരു സീക്വൽ വരുന്നു എന്നത് ഒരു നല്ല കാര്യമാണ്. ഞാൻ ഈക്വലി വളരെ എക്സൈറ്റഡ് ആണ്. സെയിം ടീം ആൻഡ് കുറച്ചും കൂടി എൻ്റർടൈനർ ആയിരിക്കും. ഒരു ഫൺ ഫിൽഡ് മൂവി. ഒരുപാട് സന്തോഷം. ഹണീബി 1-ൽ വളരെയധികം പ്രേക്ഷകരെ ആസ്വദിപ്പിച്ച കുറേ സീനുകളൊക്കെ ഉണ്ടായിരുന്നു, കോമഡി. ഇപ്പോൾ ഇത്തവണ ഹണീബി 2 ഇറങ്ങുമ്പോൾ എന്താണ് പ്രേക്ഷകർ കൂടുതലായി പ്രതീക്ഷിക്കുന്നത്? അതെനിക്കറിയില്ല പ്രേക്ഷകർ എന്താ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും കുറച്ചും കൂടി ഫൺ എലമെൻറ്റ്സ് ആൻഡ് കുറച്ചും കൂടി എൻ്റർടൈനിങ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അത് ജീൻ അതിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മളിപ്പോഴും ഒരു മൂവിയുടെ സീക്വൽ ചെയ്യുമ്പോൾ ആ മൂവിയുടെ മേലെ ആയിരിക്കും അതിൻ്റെ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ആ എക്സ്പെക്റ്റേഷൻസ് റീച്ച് ചെയ്യാൻ അല്ലെങ്കിൽ അത് റിവപ്പ് ചെയ്യാൻ എന്തായാലും ജീന് സാധിക്കും. ഹണീബി 1-ൽ ബാച്ചിലർ ലൈഫായിരുന്നു, 2-ലിപ്പോൾ കുടുംബജീവിതം ആണ് എന്നാണ് നമുക്ക് ഡയറക്ടർ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയായിരിക്കും അത് രണ്ടും തമ്മിൽ ഒരു ഡിഫറൻസ് ആകുമ്പോൾ? അതെ, ഇപ്പോൾ ഏഞ്ചലും സെബാനും ഹണീബി 2 കണ്ടിട്ടുള്ളവർക്കറിയാം, അവർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒന്നിച്ച ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഫാമിലീസ് മീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ അത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതെല്ലാം ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിലൂടെ അവതരിപ്പിക്കും. ഞാൻ അധികം ഡീറ്റെയിൽസ് പറയുന്നില്ല. മലയാളത്തിലിപ്പോൾ അത്ര ഫെമിലിയർ ആവുന്നില്ല. അതായത് സ്ഥിരമായി ഇപ്പോൾ നമ്മൾ പണ്ട് കണ്ടിരുന്ന പോലെ ഭാവനയെ സ്ഥിരമായി കാണാൻ കഴിയുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് മലയാളത്തിലേക്ക് ഇനി നല്ല കഥകൾ കാത്തിരിക്കുകയാണോ? നല്ല പ്രോജക്ട്സുകൾ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. പക്ഷെ ഞാൻ കഥകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്കിത് ചെയ്യണം, അല്ലെങ്കിൽ ഇതെനിക്ക് ഒരിക്കലും മിസ്സാക്കരുത് എന്ന രീതിയിലുള്ള കഥകൾ കേൾക്കൽ വളരെ കുറവാണ്. ഇപ്പോൾ ഹലോ നമസ്തേ റിലീസായതിനു ശേഷം ഞാൻ ചെയ്തിട്ടുള്ള ഒരു മൂവി കുട്ടികളുണ്ട് സൂക്ഷിക്കുകയാണ്. അതിപ്പോൾ ഈ മന്ത് റിലീസാണ്. പിന്നെ ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത് ഹണീബി 2 ആണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാം കൊണ്ടും ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റേ ഞാൻ ചെയ്യുന്നുള്ളൂ. അല്ലാതെ വെറുതെ ഞാൻ ഒരു മൂവി ഉണ്ട്, ഞാൻ ഇനി അടുത്തത് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടി ഞാൻ എന്തായാലും മൂവീസ് ചെയ്യുന്നില്ല. മറ്റ് ഭാഷകളിൽ എങ്ങനെയാണ്? എൻ്റെ 2 കന്നഡ മൂവി ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞു. ഒന്ന് സുദീപാണ്, പിന്നെ ഒന്ന് വിജയ് രാഘവേന്ദ്രയാണ്. അപ്പോൾ അതിന് ഒരു പടത്തിന് കുറച്ച് ബാലൻസ് വർക്ക് ഉണ്ട്. ബാക്കി റിലീസിന് തയ്യാറാവുന്നു. തീർച്ചയായും വളരെ നല്ലൊരു വിജയം ഹണീബി 2-നും ഹണീബി 1-നും ഉണ്ടായതുപോലെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.